പ്രജാപതിയും ബ്രഹ്മാവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏത് സന്ദർഭത്തിൽ പറഞ്ഞു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ചില സന്ദർഭത്തിൽ ബ്രഹ്മാവിൻ്റെ പര്യായമായിട്ട് പ്രജാപതി എന്ന് ഉപയോഗിക്കും. ചില സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് പുരാണങ്ങളിൽ പല സന്ദർഭങ്ങളിലും പ്രജാപതി ശബ്ദം ബ്രഹ്മാവിൻ്റെ പര്യായമായിട്ട് ഉപയോഗിക്കും. എന്നാൽ പ്രജാപതി, ബ്രഹ്മാവ് ഈ ശബ്ദങ്ങൾ ഭിന്നമായിട്ടും ഉപയോഗിക്കും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, പ്രജകൾക്ക് മുകളിൽ ആധിപത്യമുള്ള ചില വിശിഷ്ടന്മാരെ, കശ്യപ പ്രജാപതി, ദക്ഷ പ്രജാപതി തുടങ്ങിയിട്ട് അനേകം പ്രജാപതിമാരുണ്ട്. അവര് ആ പ്രജാപതി ഭാവത്തെ പ്രാപിച്ചവരാ. തപസ്സുകൊണ്ട്, ജീവിത ക്രമീകരണം കൊണ്ടൊക്കെ ആ പ്രജാപതി ഭാവത്തെ പ്രാപിച്ചവരാവത്. ദക്ഷ പ്രജാപതിയൊക്കെ പ്രസിദ്ധനാണ്, കശ്യപ പ്രജാപതി പ്രസിദ്ധനാണ്. അപ്പൊ വലിയൊരു പ്രജാവിഭാഗത്തിന്റെ പതി ആയിട്ടിരിക്കുന്നവരാവത്. സർവ പ്രജകളുടെയും പതിയാണ് ബ്രഹ്മാവ്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ ബ്രഹ്മാവിൻ്റെ പര്യായമായിട്ട് ഉപയോഗിക്കും, ചില സന്ദർഭങ്ങളിൽ വേറിട്ട് ഉപയോഗിക്കും. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഉപനിഷത്തിൽ ആനന്ദമീമാംസ പറയുന്ന ഭാഗത്ത് പ്രജാപതിയുടെ ആനന്ദത്തിൻ്റെ 100 ഇരട്ടിയാണ് ബ്രഹ്മാവിൻ്റെ ആനന്ദം എന്ന് പറയും. അവിടെ രണ്ടും കണ്ട. ചില സ്ഥലത്ത് പ്രജാപതി എന്നുള്ളത് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ബ്രഹ്മാവിനും ഉപരി ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ ചിലപ്പോൾ പ്രജാപതി എന്നുള്ള ശബ്ദം പ്രയോഗിക്കാറുണ്ട്. അത് സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കും.